പിറവം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ സാബു ജേക്കബിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയ റാലിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. തിരഞ്ഞെടുപ്പ് റാലി KK അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ചൂരൽമലയിൽ ദുരന്തമുണ്ടായപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് നിരവധി അനവധി മനുഷ്യജീവനുകൾ പിടഞ്ഞു മരിച്ചപ്പോൾ അവരെ നെഞ്ചോട് ചേർക്കുന്ന ഒരു സംഘടിതമായ രാഷ്ട്രീയ ഗ്യാരണ്ടിയിൽ ആദ്യം പറയുന്നത് 3000 പെൻഷൻ കൊടുക്കുന്നതാണ്. 16 മാസത്ത് പെൻഷൻ 600 രൂപ കൊടുക്കാൻ കഴിയാത്ത ആളുകളാണ് 3000 പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞ ഗ്യാരണ്ടി. എല്ലാവർക്കും വേണ്ടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 2 വാക്കുകൾ സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ സ്ഥാനാർത്ഥിയെ ക്ഷണിക്കുകയാണ്. ഏറ്റവും ആദരണീയനായ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സഖാവ് പ്രിയപ്പെട്ട ചെറിയ ഉദ്ഘാടകൻ CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഷ്റഫ്, വേദിയിലെ വിശിഷ്ട നേതാക്കളെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞാനിപ്പം പാമ്പാക്കരയിലെ റാലിയിലും അതിന് തൊട്ട് മുമ്പ് രാമപുരത്തെ റാലിയിലും പങ്കെടുത്തിട്ടാണ് ഇവിടെ എത്തുന്നത്. ഈ 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മെയ് 4 വോട്ടെണ്ണുമ്പോൾ ഒരു സംശയവുമില്ല, MJ ജേക്കബിന് ശേഷം ഈ നിയോജക മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് തിരിച്ചു പിടിക്കാൻ പോകുകയാണ്. നമ്മുടെ ബഹുമാന്യനായ സ്ഥാനാർത്ഥി പിറവത്തേക്ക് പോവുകയാണ്. നമ്മളുടെ യോഗം തുടരും. ജോർജ് ഏട്ടൻ പഞ്ചായത്ത് ഇപ്പൊ നമ്മള് സാമൂഹ്യക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി. നമ്മുടെ പ്രകടന പത്രിക 2500 കൂട്ടിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. 2500 കൂട്ടിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അടുത്ത ഗവൺമെന്റ് വന്നാൽ 3000 ആക്കും എന്ന ദൃഢനിശ്ചയത്തോടെ നമ്മൾ പറയുന്നു. എന്തുകൊണ്ടാണ്? കൊടുത്തവർക്ക് മാത്രമേ പറയാൻ കഴിയൂ. നമുക്ക് ഇപ്പൊ സാമ്പത്തിക പ്രതിസന്ധി, കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് തരാനുള്ള പൈസ തരാതിരിക്കാൻ കോൺഗ്രസും BJPയും ഒരുമിച്ച് കൂടി നരേന്ദ്രമോദിയെ കൊണ്ട് ഒരു കാരണവശാലും കേരളത്തിന് കൊടുത്തേക്കരുത്. കേരളത്തിന് കൊടുത്താൽ ആ പണം കേരളീയരായ മനുഷ്യർക്ക് വിനിയോഗിക്കാൻ അവരുടെ കരങ്ങളിലേക്ക് എത്തിയാൽ ആ ഗവൺമെന്റിനെയും മുന്നണിയെയും ജനങ്ങൾ കൂടുതൽ സ്വീകാര്യരായി മാറുമ്പോൾ ഇനി ഒരു കാലത്തും BJPയും കോൺഗ്രസും ഭരണത്ത് വരാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് BJPയും കോൺഗ്രസും ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു ഒരു കാരണവശാലും കൊടുക്കരുത്. ഭാഷയിൽ നന്ദി അറിയിപ്പിച്ചുകൊണ്ടും ഈ അധ്യക്ഷനെ എല്ലാവരെയും വേദന ഭാഷയിൽ അഭിവാദ്യർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കഴിഞ്ഞ കഴിവും പ്രാപ്തിയുമുള്ള ഒരു ജനപ്രതിനിധി ഇവിടെ വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സാമൂഹ്യ ജേക്കബ് നമ്മുടെ സ്ഥാനാർത്ഥിയെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് 2 ലക്ഷത്തിൽ